ഫാമിലി. അപ്പോൾ ക്ലാസ് 6-ൽ നിന്നും ക്ലാസ് 7-ലേക്ക് കടക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണല്ലേ. പക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ ടെൻഷൻസ് ഉണ്ടെന്ന് മിസ്സിനറിയാം. വേറെ ഒന്നുമല്ല, കുറേ പേര് പറയുന്ന കേട്ടു ക്ലാസ് 7 എന്തൊക്കെയോ പുതിയ ബുക്കുകളൊക്കെയാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത്, എന്താ ചാപ്റ്ററിലുള്ളതൊന്നും ഒന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുക, അതോ എൻ്റെ 7ാം ക്ലാസ് കംപ്ലീറ്റ് പോയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എൻ്റെ കുട്ടികൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതിനെ അടിച്ചു പൊളിച്ച് പോസിറ്റീവായിട്ട് നേരിടും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചെങ്കിൽ നമ്മൾ ഇനി പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടിയത് നമുക്കല്ലേ. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഡോണ്ട് വരി മക്കളെ, 6ാം ക്ലാസ്സിൽ എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 7ാം ക്ലാസ്സിലും എന്നും എൻ്റെ കുട്ടികളുടെ കൂടെ നമ്മുടെ എക്സാമിനർ ഉണ്ട്. എക്സാമിനറിൻ്റെ സൃഷ്ടി ബാച്ച് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ വർഷത്തെ സൃഷ്ടി ബാച്ച് നാളെ വൈകിട്ട് 7:30-ക്ക്. അപ്പോൾ ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്ത് ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അവരെന്തായാലും നാളത്തെ ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ വർഷത്തെ സൃഷ്ടി ബാച്ചിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്കറിയാം. ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ ബാച്ച് അടിപൊളിയായി വരികയാണ്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് പുതിയ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ ഓൾറെഡി ഇവിടെ സെറ്റാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാർ എല്ലാവരും ഇതിന് പങ്കെടുക്കുക. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ, പക്ഷെ ജോയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാം. ആ ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാച്ചിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്, എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നാളത്തെ നമ്മളുടെ ബാച്ച് ലോഞ്ച്, അതായത് സൃഷ്ടി ബാച്ചിൻ്റെ ഈ വർഷത്തെ ലോഞ്ച് നമ്മൾ നാളെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കണം, എക്സാമിനർ ഫാമിലി ഉണ്ടായിരിക്കും. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്.